بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فالدرس الثالث منامة بعضم أحمد كم طالبا في فصلكم يا علي عند كلاس لتر വിദ്യാർത്ഥി علي علي في فصلنا 14 طالبا ഞങ്ങളുടെ ക്ലാസ്സിൽ 14 വിദ്യാർത്ഥികളുണ്ട്. ഇവിടെ 14 എന്ന് പറയുമ്പോൾ നമ്മൾ എണ്ണുന്നത് താലിബിനെയാണ്, തുല്ലാബ് വിദ്യാർത്ഥികളെയാണ് എണ്ണുന്നത്. പക്ഷേ 11 മുതൽ എണ്ണുമ്പോൾ നമ്മൾ എണ്ണുന്ന മഅദൂദിനെ അത് മുഫ്രദായിട്ടാണ് പറയുക, താലിബൻ. ഒന്നാമത് ആദ്യം അതാണ് ശ്രദ്ധിക്കേണ്ടത്. താലിബൻ എന്നുള്ള രീതിയിൽ അത് മുഫ്രദും പിന്നെ അത് മൻസൂബുമാണ്. പിന്നെ രണ്ടാമത്തത് നമ്മൾ എന്താണോ എണ്ണുന്നത് മഅദൂദ്, അത് 13 മുതൽ ആ അപ്പോൾ രണ്ട് ഭാഗം ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ 14 നമ്മൾ 14 എന്ന് പറയുമ്പം ആ 4 ആദ്യം വരും, പിന്നെ അതിൻ്റെ 10 അടുത്ത് വരും, അഷറ എന്ന രീതിയിൽ. ഇനി അതിൻ്റെ ജെൻഡർ നോക്കുകയാണെങ്കിൽ താലിബ് എന്നുള്ളത് മുദക്കർ ആയതുകൊണ്ട് അത് ആദ്യത്തെ ഭാഗം അതിൻ്റെ വിപരീതമാവും, മുഅന്നസാണ് ഇവിടെ അർബഅത. പിന്നെ അതിനുശേഷം വരുന്നത് ഇതിനോട് യോജിക്കും. അപ്പോൾ എല്ലാ സമയത്തും എന്താണ് നമ്മൾ എണ്ണുന്നത് അതിൻ്റെ വിപരീതമായിട്ടുള്ള ജെൻഡർ ആദ്യം വരും, പിന്നെ അതിനുശേഷമുള്ളത് ഇത് യോജിക്കും. പിന്നെ എല്ലാം ഇത് മബ്നി അലൽ ഫത്ഹയാണ്. ഇത് ഫത്ഹയിൽ എല്ലാം അവസാനിക്കുന്നത് ഫത്ഹയിലാണ്, 14. പിന്നെ താലിബ് എന്നുള്ള രീതി വരും. ഫി ഫസ്ലിന 14 താലിബൻ. അഹ്മദ് പറയുന്നു അത്തുല്ലാബു ഫി ഫസ്ലിന അക്സറു, ഞങ്ങളുടെ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ കൂടുതലാണ്. അക്സറു എന്ന് പറയുമ്പോൾ കസീറിൻ്റെ ഇസ്മു തഫ്ദീലാണ്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ കൂടുതൽ ഇസ്മു തഫ്ദീലിനെ പഠിക്കുന്നുണ്ട്. കസീർ അക്സറു ഫീഹി 19 താലിബൻ, അതിൽ 19 വിദ്യാർത്ഥികളുണ്ട്. നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ തുല്ലാബിനെയാണ് എണ്ണുന്നത്. അപ്പം താലിബ് എന്നുള്ള രീതിയിൽ മുഫ്രദായിട്ട് മൻസൂബായിട്ട് വരും. പിന്നെ താലിബ് വിദ്യാർത്ഥികൾ എന്നുള്ളത് അത് മുദക്കർ ആയതുകൊണ്ട് 19ൻ്റെ ആദ്യത്തെ ഭാഗം 9 എന്നുള്ളത് മുഅന്നസും പിന്നെ 10 മുദക്കറും ഇതിനോട് യോജിച്ചും വരും. ഫീ 19 താലിബൻ. യാ അലിയു മസ്മു താലിബ് അൽ ജദീദി അല്ലദീ ജാഅ അംസി. ഓ അലി, ഇന്നലെ വന്ന പുതിയ വിദ്യാർത്ഥി, അവൻ്റെ പേരെന്താണ്? മസ്മു താലിബിൽ ജദീദ് ലദീ ജാഅ അംസി, ഇന്നലെ വന്ന പുതിയ വിദ്യാർത്ഥിയുടെ പേരെന്താണ്? അലി പറഞ്ഞു ഇസ്മുഹു ഉസാമ, അവൻ്റെ പേര് ഉസാമ എന്നാണ്. അഹ്മദ് ഹുവ തവീലുൻ ജിദ്ദൻ, അവൻ വളരെ പൊക്കമുള്ളവനാണ്. അലൈസ കദാലിക്, അങ്ങനെയല്ലേ? ഇത് അങ്ങനെയല്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. അലൈസ കദാലിക് ഇതൊരു നഫി ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അതിന് അനുകൂലമായി പറയുകയാണെങ്കിൽ ബല എന്നാണ് പറയേണ്ടത്. ബല ഹുവ തവീലുൻ ജിദ്ദൻ, അവൻ വളരെ പൊക്കമുള്ളവനാണ്. വലാകിന്ന ഹാമിദൻ അത്വലു മിൻഹു, പക്ഷേ ഹാമിദ് അവനെക്കാളും കൂടുതൽ പൊക്കമുള്ളവനാണ്. തവീൽ അത്വൽ. പിന്നെ വലാകിന്ന ഹാമിദൻ, ഇത് ലാക്കിന്ന എന്ന് പറയുമ്പോൾ ഇന്നയുടെ അഖവാത്തിൽ പെട്ടതാണ്, അതുകൊണ്ടാണ് ഹാമിദൻ എന്ന് പറയുന്നത്. ഇന്നഹു അത്വലു താലിബിൻ ഫി ഫസ്ലിന, ഇന്നഹു അവൻ തീർച്ചയായും അത്വലു താലിബിൻ ഏറ്റവും പൊക്കമുള്ള വിദ്യാർത്ഥിയാണ് ഫി ഫസ്ലിന ഞങ്ങളുടെ ക്ലാസ്സിൽ. വമൻ അത്വലു താലിബിൻ ഫി ഫസ്ലിക്കും, നിങ്ങളുടെ ക്ലാസ്സിൽ ആരാണ് ഏറ്റവും പൊക്കമുള്ള വിദ്യാർത്ഥി? അത്വലു താലിബിൻ ഫി ഫസ്ലിന ഇബ്രാഹിമു, ഞങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും പൊക്കമുള്ളവൻ ഇബ്രാഹിമാണ്. അദഫ്തറു കഹാദയ അഹ്മദു, ഇത് നിന്റെ നോട്ട്ബുക്കാണ് അഹ്മദ്. ഇന്ന ഖത്തക ജമീലുൻ ജിദ്ദൻ, നിന്റെ എഴുത്ത് വളരെ ഭംഗിയുള്ളതാണ്. മാഷാ അല്ലാഹ്. ശുക്രൻ യാ അലി. ഖത്തി ജമീലുൻ, എൻ്റെ എഴുത്ത് ഭംഗിയുള്ളതാണ്. വഖത്തുക അജ്മലു, നിന്റെ എഴുത്ത് അതിനെക്കാട്ടും കൂടുതൽ ഭംഗിയുള്ളതാണ്. ജമീൽ അജ്മൽ ഇസ്മു തഫ്ദീലാണ്. മൻ ഹാദൽ ഫത അല്ലദീ മഅക യാ അഹ്മദു, നിന്റെ കൂടെയുള്ള ഈ ചെറിയ കുട്ടി അല്ലെങ്കിൽ ഈ യുവാവായിട്ടുള്ള കുട്ടി ആരാണ്? കഅന്നഹു അഖൂക, അവൻ എൻ്റെ സഹോദരനെ പോലെയുണ്ട്. കഅന്ന എന്ന് പറയുമ്പോൾ ഇന്നയുടെ അഖവാത്തിൽപ്പെട്ടതാണ് കഅന്ന. കഅന്നഹു അഖൂക. അഹ്മദ് നഅം ഹു അഖി അഷ്ഷഖീഖു, അത് അവൻ്റെ സഹോദരനാണ്. ഷഖീഖ് എന്ന് പറയുമ്പോൾ ഇവിടെ എൻ്റെ സ്വന്തം സഹോദരൻ അല്ലെങ്കിൽ ബ്ലഡ് ബ്രദർ എന്നുള്ള രീതിയിലാണ് അർത്ഥം വരുന്നത്. അലി അക്ബറു മിൻക ഹുവ അം അസ്ഗറു, അവൻ എന്നെക്കാട്ടും വലുതാണോ ചെറുതാണോ? ഹു അസ്ഗറു മിന്നി, അവനെക്കാട്ടും ചെറുതാണ്. അക്ബർ അസ്ഗർ, കബീറും സഗീറും എന്നാണ് അക്ബർ അസ്ഗർ. അലി ഫി അയ്യി മഹ്ജഇൻ അൻത യാ അഖി, നീ ഏത് ഹോസ്റ്റലാണ് ഓ അഖി? ഞാൻ ഇവിടെ മഹ്ജ എന്ന് പറയുമ്പോൾ ഹോസ്റ്റൽ എന്നുള്ള അർത്ഥത്തിലാണ്. അന ഫിൽ മഹ്ജഇൽ ഖാമിസി, ഞാൻ 5ാമത്തെ ഹോസ്റ്റലിലാണ്.
വഹുവ ബഈദുൻ ജിദ്ദൻ അനിൽ ജാമിഅ, അത് ജാമിഅയിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വളരെ ദൂരമാണ്. അന ഫിൽ മഹ്ജഇ الثامن വഹുവ അബ്അദു മിൻ മഹ്ജഇകും, ഞാൻ 8ാമത്തെ ഹോസ്റ്റലിലാണ്. വഹുവ അബ്അദു, അത് കൂടുതൽ ദൂരമുള്ളതാണ്. യാനി ബഈദിന്റെ ഇസ്മു തഫ്ദീലാണ് അബ്അദു. മിൻ മഹ്ജഇകും, നിങ്ങളുടെ ഹോസ്റ്റലിനെക്കാട്ടിയും കൂടുതൽ ദൂരമുള്ളതാണ്. അയ്യുമ അഹ്സനു, ഇതിലേതാണ് ഉത്തമം? അൽ മഹ്ജഉൽ ഖാമിസു അഹ്സനു, 5ാമത്തെ ഹോസ്റ്റലാണ് ഉത്തമം. ഫഇന്ന ഗുറഫഹു ഔസഉ, കാരണം അതിൻ്റെ മുറികൾ കൂടുതൽ വലുതാണ്. ഔസഉ എന്ന് പറഞ്ഞാൽ വാസിയുടെ ഇസ്മു തഫ്ദീലാണ് ഔസഉ. വനവാഫിദഹു അക്ബർ, അതിൻ്റെ ജനാലകൾ കൂടുതൽ വലുതാണ്. കബീറിൻ്റെ ഇസ്മു തഫ്ദീലാണ് അക്ബറു. വമറാഹീദഹു അൻദഫു, അതിൻ്റെ ടോയ്ലറ്റുകൾ കൂടുതൽ വൃത്തിയുള്ളതാണ്. നദീഫിൻ്റെ ഇസ്മു തഫ്ദീലാണ് അൻദഫു. വസ്സുറുറു ലത്തി ഫീഹി അജ്മലു, അതിലുള്ള ബെഡുകൾ കൂടുതൽ ഭംഗിയുള്ളതാണ്. അപ്പോൾ ഇവിടെ ഔസഉ എന്ന വാസിയുടെ ഇസ്മു തഫ്ദീലാണ്. അക്ബറു കബീറിൻ്റെത്, അൻദഫു നദീഫിൻ്റെത്, അജ്മലു ജമീലിൻ്റെത്.